ഇറാൻ, UAE ആൻഡ് ഒമാൻ, ഈ 3 രാജ്യങ്ങളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നത് ഹോർമൂസ് പവേഴ്സ് എന്നാണ്. അതിൽ തന്നെ അതിശക്തമായ ഒരു മിലിറ്ററി സാന്നിധ്യമുള്ള വലിയ ഭൂപ്രദേശമുള്ള ഇറാൻ, ഹോർമൂസിന് വടക്ക് താരതമ്യേന ചെറിയ രാജ്യങ്ങളായ എമിറേറ്റ്സ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതേപോലെ ഒമാൻ, ഇത് തെക്ക്, ഹോർമൂസിന് വടക്കും തെക്കുമായി നിൽക്കുന്ന ഈ 3 രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങൾക്കും ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്. നിശ്ചിത നോട്ടിക്കൽ മൈൽ, 10-20 നോട്ടിക്കൽ മൈൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സാണ്. ഈ വാട്ടേഴ്സ് പരസ്പരം കൺവേർജ് ചെയ്യുകയാണ്. ഹോർമൂസിന് ചില ഇടങ്ങളിൽ 33 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വീതി എന്നോർക്കണം, ആ കടലിടുക്കിന്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഒമാൻ്റെയും UAEയുടെയും ഇറാൻ്റെയും എല്ലാം വടക്കും തെക്കുന്നുമുള്ള വാട്ടേഴ്സ് കൺവേർജ് ചെയ്യുകയാണ്. ഇതിനിടയിലൂടെയാണ് അന്താരാഷ്ട്ര കപ്പൽ ചാൽ പോകുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. സംഘർഷഭരിതമായ ഹോർമൂസ് പ്രശ്നം പരിഹരിക്കാൻ യഥാർത്ഥത്തിൽ ആശ്രയിക്കാവുന്ന 3 രാജ്യങ്ങളാണ് ഇറാൻ, UAE ആൻഡ് ഒമാൻ. ഈ 3 രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഭാവനയിലൊന്ന് കണ്ടോളൂ. ഇപ്പോൾ നിലവിലതില്ല, ഭാവനയിൽ കണ്ടോളൂ. ഈ 3 രാജ്യങ്ങളും തീരുമാനിച്ചാൽ നിശ്ചിത തുക കപ്പം പിരിച്ചുകൊണ്ട് മാത്രമേ അതിലെ യാനങ്ങൾക്ക്, ജലയാനങ്ങൾക്ക്, ഓയിൽ ടാങ്കേഴ്സ്, കണ്ടെയ്നർ ഷിപ്സ്, മറ്റ് കപ്പലുകൾ കടന്നു പോകാനാവൂ. ഇത് വളരെ സങ്കീർണമായൊരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് പ്രകൃതിദത്തമായ ഒരു കടലിടുക്കാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ നിർമ്മിത ഒന്നല്ല. സൂയസ് കനാൽ പോലെയോ പാനമ കനാൽ പോലെയോ മനുഷ്യനിർമ്മിതമായ, മനുഷ്യാധ്വാനം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കടലിടുക്കല്ല, അല്ലെങ്കിൽ കടൽ പാത അല്ല എന്നോർക്കണം. അവിടെ ഏകപക്ഷീയമായി ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഒരു മേധാവിത്വം അല്ലെങ്കിൽ തങ്ങളുടെ സ്വാധീന മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ട്സ് അഫക്റ്റഡ് ആകും. ലോകത്തിൻ്റെ എണ്ണ നീക്കത്തിൻ്റെ 20% 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് എന്ന കുപ്പിക്കഴുത്തിലൂടെയാണ്. ഇത് അമേരിക്കയുടെ മാത്രം കൺസേൺ അല്ല, എല്ലാ അറബ് രാജ്യങ്ങളുടെയും കൺസേൺ ആണ്. എണ്ണ ഉപഭോക്തൃ രാജ്യങ്ങളുടെ, ഇന്ത്യയുടെയും ചൈനയുടെയും ഉൾപ്പെടെ ഹെവി കൺസേൺ ആണ് ഹോർമൂസ് സുഗമമായി നാവിഗബിൾ ആവുക, അതിലെയുള്ള സുഗമമായ ചരക്ക് നീക്കം ഉണ്ടാവുക. എണ്ണ ആകട്ടെ, അങ്ങോട്ടുള്ള കയറ്റുമതി ആയിക്കൊള്ളട്ടെ, ഇറക്കുമതി ആയിക്കൊള്ളട്ടെ, അത് തുടരുക. ഇതിനുള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ പിന്നെ എന്ത്? അപ്പോഴാണ് ചർച്ചകൾ. ഇനി നോക്കൂ, ചർച്ചകളുടെ ഒരു പശ്ചാത്തലം നോക്കൂ. ഇറാൻ വിഷയം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിഷയം ആണവ വിഷയമാണ്. അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയം ഫണ്ടമെൻ്റലി ആണവ വിഷയമാണ്. ആണവ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ 5 റൗണ്ട് ചർച്ചകളാണ് ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടത്തിയത്. 2025 പല റൗണ്ടുകളിലായി ചർച്ചകളുണ്ടായി. അതൊരു പ്രത്യേക ഘട്ടം വന്നപ്പോഴാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അന്ന് ഒമാൻ മധ്യസ്ഥ രാജ്യമായിരുന്നു. ഒമാൻ കേന്ദ്രീകരിച്ചായിരുന്നു മധ്യസ്ഥ ശ്രമങ്ങൾ. കാരണം ഇറാന് കൂടി സൗഹൃദമുള്ള, എന്നാൽ അമേരിക്കയുടെ സ്വാധീന വലയത്തിലുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ ഒരു മധ്യസ്ഥ ശ്രമം നടത്തിയത് ഒമാനാണ്. അപ്പോൾ ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിൽ 3 റൗണ്ടുകൾ ചർച്ച. അതിനുശേഷം ജനീവയിലേക്ക് ചർച്ചകൾ മാറ്റുന്നു. ജനീവയിൽ നിന്നും വീണ്ടും ആ ചർച്ചകൾ മറ്റൊരു ഇടത്തേക്ക്, വിയന്നയിലേക്ക് മാറ്റുന്നു. ആ ചർച്ച മധ്യയാണ് ആക്രമണമുണ്ടായത്. അപ്പോഴും മധ്യസ്ഥ രാജ്യം ഒമാൻ തന്നെയായിരുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒമാൻ അനഭിമതമായിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു പ്രസ്താവനയാണ്. ഒമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവന, ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനെ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ഒമാനും ഇറാനും കൂടി ഇപ്പോൾ പറയുകയാണ്, ആ മേഖല തങ്ങളുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് അല്ലെങ്കിൽ തങ്ങളുടെ സംരക്ഷണയിലാവണം, തങ്ങളുടെ സ്വാധീന മേഖലയാവണം. അതിനർത്ഥം അതിലേക്ക് കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം പിരിക്കാൻ ഇറാനും ഒമാനും അവകാശം ഉണ്ടായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാൻ ചുങ്കം പിരിക്കും, ഒമാൻ്റെ മൗനാനുവാദം ഉണ്ടാകും. പ്രോഫിറ്റ് ഷെയറിംഗ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഒമാൻ, ഇതാണ് ചിന്ത. ട്രംപ് ഉഗ്ര കോപിയാണ്, ഒരു ദുർവാസാവാണ്.
അദ്ദേഹം കൽപ്പിച്ചു കളഞ്ഞു, സുട്ടിടുവേൻ. ഇങ്ങനെയെങ്കിലും ഈ മാതിരി മോഹമാണ് ഒമാൻ്റെ മനസ്സിലെങ്കിൽ തങ്ങൾ ഒമാനെ ഭസ്മമാക്കും എന്ന പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഓർക്കണം, ഒമാനൊക്കെ അമേരിക്കയുടെ സഖ്യരാജ്യമാണ്, ആ മേഖലയിലെ സഖ്യരാജ്യമാണ്. പക്ഷേ UAE-യോളം അല്ലെങ്കിൽ സൗദിയോളം വിശ്വസ്തത ഒരുപക്ഷെ ഒമാന് ഉണ്ടാവില്ല. കാരണം ഇറാനോടുകൂടി ലേശം അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ സ്വല്പം സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ അമേരിക്ക ഒമാനെ എക്കാലത്ത് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു നിഷ്പക്ഷ രാജ്യം എന്ന ഒരു 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 മേലങ്കി അണിയാൻ ചിലപ്പോഴെങ്കിലും ഒമാന് സാധിക്കുന്നു. അതുപയോഗിച്ചുകൊണ്ടാണ് നെഗോസിയേഷൻസിന് വേണ്ടി ഒമാനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നെഗോസിയേറ്ററുടെ റോള് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ഖത്തർ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ, അല്ലെങ്കിൽ ഇസ്ലാമാബാദ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇപ്പോൾ, നാളെ ഉണ്ടാവില്ല എന്ന് അർത്ഥമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ മസ്കറ്റ് മാറി ചിന്തിക്കുന്നു, അല്ലെ ഒമാൻ മാറി ചിന്തിക്കുന്നു. ഈ ഒരു ചിന്ത അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ആക്രമണം ഉണ്ടാവാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഉണ്ടാവുമെന്ന് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇറാനിൽ നിന്നും നിരന്തരം ഒമാനിലേക്കും ആക്രമണം നടന്നല്ലോ. ഒമാൻ്റെ പല തുറമുഖ നഗരങ്ങളിലേക്കും ആക്രമണം നടന്നല്ലോ. ഗൾഫിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളല്ലേ, ഒമാൻ ഉൾക്കടലിനോട് ചേർന്നുള്ള ഒമാൻ്റെ തുറമുഖങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നയിച്ചു. അതിനർത്ഥം അത് ഫ്രണ്ട്ലി മിസൈൽസ് എന്നാണോ ഇനി പറയേണ്ടത്? സൗഹൃദ മിസൈൽ ആക്രമണം, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടോ? അറിയില്ല. ആ രീതിയിൽ ആക്രമണം നടന്നു. ഒരു കാര്യം ഉറപ്പാണ്, UAE, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ UAE കുറിച്ച്, ആദ്യം ഒന്ന് സൂചിപ്പിച്ചു ഈ 3 രാജ്യങ്ങളെന്ന്. ഇനി UAE കൂടെ പറയാതെ ഇത് പൂർത്തിയാവില്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ഹോർമൂസിന് തെക്ക് പടിഞ്ഞാറ്, ഹോർമൂസിന് തെക്ക് കിഴക്ക് ഒമാൻ, ഈ 2 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. എന്നാൽ UAE-യുടെ പ്രധാനപ്പെട്ട ഒരു തുറമുഖം ഫ്യുജൈറ സ്ഥിതി ചെയ്യുന്നത് ഒമാൻ ടെറിറ്റോറിയലി ലോക്ക്ഡായ ഒരു അവസ്ഥയിലാണ്. അതായത് ഒമാനുള്ളിൽ പെട്ട് നിൽക്കുകയാണ്. ചുറ്റുപാടും ഒമാനാണ്. കിഴക്ക് ഭാഗത്ത് ഒമാൻ ഉൾക്കടൽ തീരമാണ്. അവിടെ ഒരു പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് UAE-യിൽ നിന്നും വൻതോതിൽ എണ്ണ പമ്പ് ചെയ്ത് ഒമാൻ തീരത്തുള്ള UAE-യുടെ കസ്റ്റഡിയിലുള്ള ഫ്യുജൈറ തുറമുഖത്തേക്ക് എണ്ണ എത്തിക്കാൻ സാധിക്കും. അവിടെ നിന്ന് പുറം ലോകത്തേക്ക് വൻതോതിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഹോർമോസ് നിരന്തരം അടിക്കടി ഉപരോധ വിധേയമായാൽ, ഇവിടെ ബ്ലോക്കേജ് ഉണ്ടായാൽ ഒരു എക്സിറ്റ് റൂട്ട് എന്ന നിലയിൽ UAE പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒമാനെ പിണക്കാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന അയൽ രാജ്യം തയ്യാറാവില്ല. പോയിന്റ് നമ്പർ 1. 2, UAE അടുത്ത സമയത്ത് ഒപ്പക്കിൽ നിന്ന് പോലും പിന്മാറി. സൗദി അറേബ്യയുടെ അപ്രീതിക്ക് കൂടി പാത്രമായി. അപ്പോൾ ഓയിൽ കാർട്ടലിൽ ഇപ്പോൾ UAE-ക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി പുറത്തുപോയി. അപ്പോൾ UAE ക്യാൻ ജാക്കപ്പ് ഇൻക്രീസ് ഓയിൽ പ്രൊഡക്ഷൻ. അങ്ങനെയെങ്കിൽ അതിന് വിപണനം സാധ്യമാകണമല്ലോ. ഒമാൻ്റെ സഹായം വേണ്ടി വരും. ഒമാൻ്റെ ടെറിട്ടറിക്ക് കുറുകെയാണ് പൈപ്പ് ലൈനുകൾ പോകുന്നത്. ഒമാനെ പിണക്കാൻ ആവില്ല. അതുകൊണ്ടൊരു സമാന്തരമായ ഒരു ബിൽഡപ്പ്, യുദ്ധം കഴിഞ്ഞാലും ഭാവിയിൽ ഒരു ബ്രീതിങ് സ്പേസ് വേണം, എക്സിറ്റ് റൂട്ട് വേണം ഈ 2 രാജ്യങ്ങളിലെ വിഭവങ്ങൾക്ക്. ഒമാൻ്റെ വിഭവങ്ങൾക്ക്, അതായത് എണ്ണയ്ക്ക്, അതുപോലെ UAE-യുടെ എണ്ണയ്ക്കും. ഹോർമോസ് കടന്നാണ് മുഖ്യമായി UAE-യുടെ എണ്ണ പോകേണ്ടത്. അബുദാബിയിൽ നിന്നൊക്കെയുള്ള എണ്ണ പോകേണ്ടത് ഈ ഹോർമോസ് കടന്നാണ്. പക്ഷേ അതിന് ബ്ലോക്ക് ഉണ്ടായാൽ ഓൾട്ടർനേറ്റ് റൂട്ടാണിത്. അതുകൊണ്ട് UAE ഓൾസോ കംസ് ഇൻ ദ പിക്ചർ. ഇനിയാണ് വലിയ സങ്കീർണത. അമേരിക്കയുമായി വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് UAE. ഒമാനെ പോലെയല്ല. ഒമാനേക്കാളും കൂടുതൽ UAE-ക്ക് അമേരിക്കയോ ഡിപ്പെൻഡൻസി ഉള്ളത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുൾപ്പെടെ വലിയ ബിസിനസ് താല്പര്യങ്ങളുള്ള ഇടമാണ് ദുബായ്, അബുദാബി മേഖലകൾ, UAE-യിലെ മേഖലകൾ. സ്വർണ്ണമുട്ടയിടുന്ന താറാവാണത്. അവിടെ അസ്ഥിരമാകാൻ അമേരിക്ക ആഗ്രഹിക്കില്ല. അമേരിക്കയുടെ പിന്തുണ വേണ്ട എന്ന് വെക്കാൻ UAE-ക്കും കഴിയില്ല. അപ്പോൾ പിന്നെ എന്താണ് പ്രതിവിധി? അവിടെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, ഒരു കുറുമുന്നണിയും ഇവിടെ വേണ്ട. ഇറാനും ഒമാനും ചേർന്ന് ഇനി ആത്യന്തികമായ ഒരു പക്ഷേ UAE കൂടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഒരു കുറുമുന്നണി എങ്ങാനുമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഹോർമോസ് അങ്ങ് നിയന്ത്രിച്ചു കളയാം എന്ന രീതിയിൽ ഹോർമോസ് രാജ്യങ്ങൾ ചേർന്ന് ഒരു കുറുമുന്നണി ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല. അതാദ്യം ഒമാനെ ആയിരിക്കും ആക്രമിക്കുന്നത്. ഒമാനെയൊക്കെ അമേരിക്ക ആക്രമിക്കുമെന്നൊക്കെ ഒരു പ്രസിഡന്റ് കയറി പറയുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു വാർത്തയാണ്. അതിന് വേണ്ട പ്രാധാന്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കിട്ടിയോ എന്ന് അറിയില്ല. ആ രീതിയിലാണ് ലോക രാഷ്ട്രീയത്തിൻ്റെ ഒരു പോക്ക്.
ഒരു സെയിങ് കൂടെയുണ്ട്, അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരിക്കലും ഒരു സന്ദേശവാഹകനെ കൊല്ലരുത്, ദൂതനെ കൊല്ലരുത്. നളദമയന്തി കഥയിലെ ഹംസത്തെ കൊല്ലരുത്. സമാധാന ദൂതുമായി എത്തുന്ന ഒരു രാജ്യമാണ്, ഭാവിയിലും ഉപയോഗിക്കാവുന്ന ഒരു ഹംസമാണ് ഇറാന്. ഒരു മെസ്സേജ് കൈമാറാൻ ഏറ്റവും നല്ലത്, പാകിസ്ഥാനേക്കാളും നല്ലത് ഒമാനാണ്. ഈ ഒരു വാല്യൂ പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ് അക്കാര്യത്തിൽ പറഞ്ഞാൽ. ഒമാൻ വലിയ ധാതു സമ്പുഷ്ടമോ അല്ലെങ്കിൽ ധാതു സമ്പുഷ്ടമാണ്, പക്ഷേ എണ്ണ സമ്പുഷ്ടമായ രാജ്യമല്ല. ആ രീതിയിൽ നോക്കുമ്പോൾ UAE-യുടെയൊക്കെ അബുദാബിയുടെയൊക്കെ എണ്ണ സമ്പത്തുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒമാൻ്റെ എണ്ണ സമ്പത്ത് പരിമിതമാണ്. അവിടെ കുറേ പച്ചക്കറിയും മറ്റു കാര്യങ്ങളും ധാതുക്കളും ലവണങ്ങളും കുറച്ച് എണ്ണയും എല്ലാം ഉണ്ട്. അത്ര നമ്മുടെ ഇവിടുന്ന് ഗൾഫ് നാടുകളിൽ പോകുന്ന മലയാളികൾക്കറിയാം, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലുള്ള പല മലയാളികൾ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ, അവർക്കറിയാമല്ലോ ഒമാനിൽ അത്ര ഇൻകം റേറ്റ്സ് അത്ര ഹൈ അല്ല, ഇക്കോണമി അത്ര ഒരു UAE പോലെ അത്ര സ്റ്റേബിൾ അല്ല, കുവൈറ്റിനെ പോലെ അത്ര ധാരാളിത്തമില്ല, അവിടെ വരുമാനം കുറവാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ ഒമാന് വളരണമെങ്കിൽ മറ്റൊരു രാഷ്ട്രീയം, ചുങ്കം പിരിവിൻ്റെ ഒരു രാഷ്ട്രീയം, ഒരു അവസരം എന്തുകൊണ്ട് നോക്കിക്കൂടാ എന്ന ചിന്ത ഒമാനുണ്ട്. അല്ലെങ്കിൽ ഒമാൻ ഇറാൻ്റെ മാധ്യമങ്ങളിൽ വന്ന ഈ പ്രപ്പോസലിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിൽ ഒമാനിൽ നിന്നൊരു സംസാരം ഉണ്ടാവില്ലായിരുന്നു. അപ്പം മാറി വരുന്ന ഭൗമരാഷ്ട്രീയത്തിൻ്റെ, പ്രാദേശിക ഭൗമരാഷ്ട്രീയത്തിൻ്റെ ഒരു ന്യൂയൻസസ് ഇത് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മുളയിലേ നുള്ളുക എന്ന അമേരിക്കൻ പ്രമാണമനുസരിച്ച് കർശനമായ താക്കീത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഒരു ചുങ്കം പിരിവും നടത്തില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഹോർമൂസിലൂടെ എല്ലാ കപ്പലുകൾക്കും സുഗമമായി സഞ്ചരിക്കാമായിരുന്നല്ലോ. യുദ്ധം തുടങ്ങിയതിന് ശേഷമാണല്ലോ ഈ ഉപരോധവും ചുങ്കം പിരിവും, ഇറാൻ്റെ അവിടുത്തെ ആ ഒരു മേഖലാശക്തി എന്ന നിലയിലുള്ള മസിൽ പിടുത്തവും എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഒമാനും കൂടെ ചേർന്ന് നിൽക്കുന്ന അവസരമുണ്ടായാൽ വലിയ ഗുരുതരമായൊരവസ്ഥയാണ്. അത് മുളയിലേ നുള്ളാൻ തന്നെ അമേരിക്ക തീരുമാനിച്ചു എന്നുകൂടി ചേർത്ത് വായിക്കണം. പക്ഷേ എൻഡ് നോട്ടായിട്ട് ഞാൻ പറയുന്നു, കൂടുതൽ ദീർഘമായി പോയാൽ, കൂടുതൽ നീണ്ടുപോയാൽ, ഹോർമൂസ് ഉപരോധം കൂടുതൽ നീണ്ടുപോയാൽ അമേരിക്കയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. പരമാവധി അമേരിക്കയിൽ നാണ്യപ്പെരുപ്പം കുറേ കൂടും. അടുത്ത് വരുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ പാർട്ടിക്ക് ചില തിരിച്ചടികൾ ഉണ്ടാവും. ചിലപ്പം സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ട്രംപിൻ്റെ പാർട്ടിക്കുള്ള മേൽക്കൈ നഷ്ടപ്പെടും. ഡെമോക്രാറ്റുകൾ പിടിമുറുക്കും. അമേരിക്കൻ പ്രസിഡന്റ് കുറേയൊക്കെ ലെയിം ഡക്കായി മാറും. പക്ഷേ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് കൂടി വിചാരിച്ചാലേ പറ്റൂ. വളരെ അഡമൻ്റായി ഡൊണാൾഡ് ട്രംപ് നിന്നാൽ, ഡൊണാൾഡ് ട്രംപ് സാവകാശം ശ്രമിക്കുന്നത് ഡോണ്ട് ലെറ്റ് ദ പേർഷ്യൻ ഗൾഫ് സ്റ്റീൽ ദ ഷോ, അതായത് അമേരിക്കൻ ഷോയാണ് വരുന്നത്. എണ്ണ ഭാവിയിൽ ലോക ഹൈഡ്രോ കാർബൺ നിയന്ത്രിത ശക്തിയായി വരുന്ന അമേരിക്കയാണ്. നിലവിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷനും അമേരിക്കയിലാണ്. വെനിസുല എന്ന ഏറ്റവും അധികം എണ്ണ സമ്പന്ന രാജ്യം അമേരിക്കയുടെ കസ്റ്റഡിയിലായി. അമേരിക്കയും വെനിസുലയും ചേർന്നൊരു കളി കളിക്കും. അവിടെ ഒപ്പയ്ക്കുള്ള ഉൾപ്പെടെ, അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലെ GCC ഉൾപ്പെടെ രാജ്യങ്ങൾ ഒരു ലേശം അഭംഗിയാണ്. അവരൊന്ന് താണു നിൽക്കട്ടെ, പേർഷ്യൻ ഗൾഫ് സംഘർഷഭരിതമായി നിൽക്കട്ടെ. തങ്ങൾക്ക് മാർക്കറ്റ് പിടിക്കാനൊരു സമയം വേണം. അതുകൊണ്ട് സ്വല്പം നീട്ടിയെടുക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിയാണോ എന്നുകൂടി സംശയിക്കണം. അതുകൊണ്ട് ട്രംപ് ലോകത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന പ്രതീതിയാണ്, പേർഷ്യൻ ഗൾഫിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്നു എന്ന ചിന്തയിലാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, സൗദി അറേബ്യയുടെയും കുവൈറ്റിൻ്റെയും ഇറാഖിൻ്റെയും അല്ലെങ്കിൽ ബഹ്റൈൻ്റെയും ഖത്തറിൻ്റെയും നിലപാട് സമാനമായിരിക്കാം. അത് ഹോർമൂസ് എത്രയും പെട്ടെന്ന് തുറക്കണമെങ്കിലേ അവരുടെ എണ്ണ പുറത്തു കൊണ്ടുപോകാൻ പറ്റൂ. പക്ഷേ 3 രാജ്യങ്ങൾക്ക്, ഇറാൻ, UAE ആൻഡ് ഒമാൻ ഹാവ് അതർ ഓപ്ഷൻസ്. ഈ ഗൾഫ് മേഖലയിലെ, പേർഷ്യൻ ഗൾഫ് മേഖലയിലെയും ഹോർമൂസിൻ്റെയും ഒരു രാഷ്ട്രീയ ചിത്രം അല്ലെങ്കിൽ മാപ്പ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ രാജ്യങ്ങളുടെ കിടപ്പ് വശം നോക്കിയാൽ തന്നെ മനസ്സിലാകും അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന്. അതനുസരിച്ച് നാളുകളിൽ രാഷ്ട്രീയം മറിയാം. അമേരിക്ക പേടിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഒമാനും UAE ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്. UAEയുടെ ബിസിനസ് താല്പര്യങ്ങളാണ്, ഒമാൻ്റെ മറ്റ് ചില സ്ട്രാറ്റജിക് താല്പര്യങ്ങളാണ്. നാളുകളിൽ അമേരിക്കയുടെ പിടി ആയെന്നൊരു നിമിഷമുണ്ടെങ്കിൽ കുതറി മാറി സ്വന്തമായി കൂടുതൽ ശക്തമായി വളരാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കും. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ, പലരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ ചിറകിൻ കീഴിൽ നിന്ന്
പുറത്തു വരേണ്ട സമയമായി. അമേരിക്കൻ താവളങ്ങൾ ഗൾഫിൽ ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വരികയും നേവൽ എക്സ്പോഷർ, ആർമി എക്സ്പോഷർ, എയർഫോഴ്സ് ബേസുകളുടെ എക്സ്പോഷർ കുറച്ചുകൊണ്ട് വരികയും കഴിയുമെങ്കിൽ ഫേസ് ഔട്ട് ചെയ്യുക വഴി പുതിയ സമവാക്യങ്ങൾ, ഞാൻ മറ്റൊരു വീഡിയോയിലും കഴിഞ്ഞ ആഴ്ച ഇത് സൂചിപ്പിച്ചതാണ്, മറ്റൊരു രാഷ്ട്രീയം ഗൾഫിന് വേണ്ടി, GCC മേഖലയ്ക്ക് വേണ്ടി, മധ്യപൗരസ്ത്യ പ്രദേശത്തിന് വേണ്ടി മറ്റൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതാവും കുറച്ചുകൂടി ശാശ്വതം. ബാഹ്യശക്തി അത് ആരായിക്കൊള്ളട്ടെ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, ചൈന ആയിക്കൊള്ളട്ടെ, റഷ്യ ആയിക്കൊള്ളട്ടെ, ബാഹ്യശക്തികൾ അരങ്ങ് വാഴുന്ന അന്തരീക്ഷം നിരന്തരം പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കും ഗൾഫ് മേഖല. അതുകൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാനാണ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, ചിന്തിക്കുന്നതെങ്കിൽ അമേരിക്കൻ നീരാളിപ്പിടുത്തത്തിന് ശേഷമുള്ള ഒരു ഗൾഫ്, വളരെയധികം ഫ്രീ ആയിട്ട് ഓയിൽ നീങ്ങത്തക്ക രീതിയിലുള്ള ഒരു ഗൾഫ്, അടുത്തൊരു 25 വർഷത്തേക്ക് കൂടി ഒരു ഹൈഡ്രോ കാർബൺ റെജിമൻ ആയിരിക്കും ലോകത്ത്. ഇപ്പോഴും പാരമ്പര്യ ഇതര ഊർജ്ജ മാർഗങ്ങൾ, അത് കാറ്റിൽ നിന്നും, തിരമാലയിൽ നിന്നും, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുമൊക്കെ വൈദ്യുതി ഉത്പാദിപ്പിക്കാം, ഹൈഡ്രജൻ ബേസ്ഡ്, ഇതൊക്കെ കൊമേഴ്ഷ്യലി വയബിളായി ഉത്പാദിപ്പിക്കാൻ ഇപ്പോഴും തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടൊരു 1/4 നൂറ്റാണ്ട് ഹൈഡ്രോ കാർബണിൻ്റെ യുഗമായിരിക്കും തുടർന്നും. അവിടെ ഗൾഫ് മേഖലയ്ക്ക് നിർണായകമായൊരു സാന്നിധ്യം ഉണ്ടാവണം. അമേരിക്ക അത് കൊണ്ടുപോകരുത്, ഇപ്പോഴത്തെ നിലയിൽ കൊണ്ടുപോകും എന്ന സൂചന തന്നെയാണ് ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. അത് നല്ലതിനല്ല. നമ്മുടെ ജനങ്ങൾക്ക് തുടർന്നും അത്താണിയാവേണ്ട ഒരുപാട് ഇടങ്ങൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. അവിടെ എണ്ണ ഖനനം ഉണ്ടാകണം, എണ്ണ സംസ്കരണം ഉണ്ടാകണം, എണ്ണ വിപണനം ഉണ്ടാകണം, കച്ചവടം ഉണ്ടാകണം, ആ സമ്പദ് വ്യവസ്ഥകൾ തഴച്ചു വളരണം. ഇറ്റ് ഷുഡ് ബി എ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഇന്ത്യ ആൻഡ് പേർഷ്യൻ ഗൾഫ് കൺട്രീസ്. സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കണം. അമേരിക്ക അവിടെ തുടർന്നും വലിയ പടലപിണക്കങ്ങൾ സൃഷ്ടിക്കാനാണ് എങ്കിൽ ഇത് നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും മാറി ചിന്തിക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത് ഒമാനാണ്. അതിനെതിരെയാണ് അമേരിക്ക വലിയ പീരങ്കി വെടി പൊട്ടിച്ചിരിക്കുന്നത് പ്രസ്താവനയുടെ രൂപത്തിൽ. ഇത് മാറിയ ചിന്തയുടെ ഒരു സൂചനയാണെങ്കിൽ, കരം പിരിക്കണമെന്നല്ല പറയുന്നത്, സുഗമമായി പേർഷ്യൻ ഗൾഫിലൂടെ സഞ്ചരിക്കണം. കരം പിരിവ്, ചുങ്കം പിരിവ് ഇറാൻ നടത്തിയാലും ഒമാൻ നടത്തിയാലും ആര് നടത്തിയാലും അത് ന്യായമല്ല. അത് ആരുടെയും അധ്വാനം അതിനകത്തില്ല. പ്രകൃതി സൃഷ്ടിച്ച ഒരു കടലെടുക്കാണ്. ഇറാൻ്റെ അധ്വാനമില്ല, ഒമാൻ്റെ അധ്വാനമില്ല, UAE അധ്വാനമില്ല. അതുകൊണ്ട് ചുങ്കം പിരിവല്ല. ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യമായതുകൊണ്ട് ഒരു തന്ത്രം എന്ന നിലയിൽ, ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ ചുങ്കം പിരിവ്. പക്ഷെ അതിന് ശേഷം സുഗമമായി ഇറാൻ എണ്ണ എത്തണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. ഇറാനിൽ നല്ല എണ്ണ നിക്ഷേപമുള്ള രാജ്യമല്ലേ ലോകത്തെ? 3ാമത്തെ വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ലോകത്ത് ഇറാൻ. പരമാവധി എത്തണം. ഇതൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങൾ. നമ്മൾ അതിൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഇറാൻ അനുകൂല, അല്ലെങ്കിൽ അമേരിക്ക അനുകൂല, ഇസ്രായേൽ അനുകൂല, അല്ലെങ്കിൽ ഇതൊന്നുമല്ല ന്യായമെന്ന് പറയുന്നത് വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി, അല്ലെങ്കിൽ പ്രകൃതിയെ ശോഷിപ്പിക്കാതെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ മനസ്സിൽ വെച്ചുകൊണ്ട് പരമാവധി വിപണനം ചെയ്യാനുള്ള സംവിധാനമൊരുങ്ങണം. ലോക വിപണികളിൽ എണ്ണവില താണു നിൽക്കണം. നമുക്കും വളരേണ്ടേ, ഭാരതത്തിനും വളരേണ്ടേ. ഊർജം നമുക്ക് എവിടുന്ന് കിട്ടും? മറ്റു ഊർജ്ജമൊക്കെ നമുക്ക് പിന്നീട് കിട്ടും. ആണവോർജ്ജം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. അതുവരെ നിന്ന് പിഴയ്ക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഉണർന്ന് ചിന്തിക്കേണ്ട, അത് ഗവൺമെൻറ്റുകൾ മാത്രമല്ല, മാനവരാശിയുടെ മനസ്സിൽ, ലോകത്തെ 1/6 ജനങ്ങളുള്ള ഇന്ത്യ, ആ ഇന്ത്യക്കാരുടെ മനസ്സിലും 6 ജനങ്ങളുള്ള ചൈനക്കാരുടെ മനസ്സിലും ഒക്കെ വരേണ്ട ഒരു ചിന്ത ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു എന്നതേ ഉള്ളൂ. അതുകൊണ്ട് സംഘർഷമൊന്നിനും പരിഹാരമല്ല. എണ്ണ വിപണനം നടക്കണം. ഒമാനെ സമ്മർദ്ദപ്പെടുത്തുന്നത് ശരിയല്ല. ഒമാൻ ചുങ്കം പിരിക്കുമെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നത് തന്നെ ഒരു മൗഢ്യമാണ്. പക്ഷേ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഈ രാജ്യങ്ങളെല്ലാം, ഒമാനും UAE-യും സൗദി അറേബ്യയും അവരോടൊപ്പം ഇറാനും ചേർന്ന് നിന്നുകൊണ്ട്, താൽക്കാലിക പ്രശ്നങ്ങളാണ്, മറ്റുള്ളവർ അവരെ തമ്മിൽ അടുപ്പിക്കുകയാണ് എന്ന ബോധ്യത്തോടുകൂടി ഒരുമിച്ച് നിൽക്കാൻ കഴിയണം ഈ രാജ്യങ്ങൾക്ക്. ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, അബ്രഹാമിക് കരാറിൽ ഒപ്പിട്ടുകൊണ്ടോ അല്ലാതെയോ ഇസ്രായേലിനെ കൂടെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ മേഖലയിൽ എല്ലാ രാജ്യങ്ങൾക്കും വളരെ സ്വസ്ഥമായി ജീവിക്കാനുള്ള അസ്തിത്വം അവർക്കുണ്ട്. അതെന്തിന് മറ്റ് ശക്തികൾ അവരെ പരസ്പരം തല്ലിപ്പിച്ച് ഇടയിൽ നിന്നുകൊണ്ട് ചോര കുടിക്കാൻ ശ്രമിക്കണം? അതവസാനിപ്പിക്കുന്നിടത്തോളം കാലം എല്ലാം ശുഭം.